നമസ്കാരം. എല്ലാ പ്രേക്ഷകരെയും കൃഷിദർശൻ ലൈവിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. വളരെ കാലിക പ്രസക്തിയുള്ള ഒരു വിഷയമാണ് ഇന്നത്തെ ലൈവിന് തിരഞ്ഞെടുത്തിട്ടുള്ളത്. കേരള പൈനാപ്പിൾ മിഷൻ്റെയും മറ്റും പ്രവർത്തന ഫലമായിട്ട് പൈനാപ്പിൾ കൃഷിയിൽ അടുത്ത കാലത്ത് വളരെ നല്ല പുരോഗതിയാണ് ഉണ്ടായിട്ടുള്ളത്. കേരളത്തിലെ ചില പ്രത്യേക പ്രദേശങ്ങളിൽ ഒതുങ്ങി നിന്ന പൈനാപ്പിൾ കൃഷി ഇന്ന് പ്രത്യേകിച്ച് വടക്കൻ പ്രദേശങ്ങളിലും തെക്കൻ പ്രദേശങ്ങളിലും ഒരുപോലെ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം തന്നെ പൈനാപ്പിൾ കൃഷിയുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ഉപഭോക്താക്കൾക്കിടയിൽ ഉണ്ടാകുന്ന ചില തെറ്റിദ്ധാരണകൾ പൈനാപ്പിളിൻ്റെ മാർക്കറ്റിനെ ദോഷകരമായി ബാധിച്ചു വരുന്നുമുണ്ട്. പ്രത്യേകിച്ചും പൈനാപ്പിൾ കൃഷിയിൽ ഉപയോഗിക്കുന്ന കളനാശിനികളുടെ ഉപയോഗം അല്ലെങ്കിൽ കീടനാശിനികളുടെ ഉപയോഗമൊക്കെ വലിയ തോതിൽ പൈനാപ്പിളിൽ ചില വിഷാംശം ഉണ്ടാകാൻ കാരണമാകുന്നു എന്നുള്ള തെറ്റിദ്ധാരണകളാണ് ഇതുമായി ബന്ധപ്പെട്ട് പലപ്പോഴും ഉണ്ടാകുന്നത്. അത് ഈ നമ്മുടെ കൃഷിയെ വളരെ ദോഷകരമായി ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം കണക്കിലെടുത്ത് പൈനാപ്പിൾ മിഷൻ ഇതുമായി ബന്ധപ്പെട്ട് സുരക്ഷിത പൈനാപ്പിൾ കൃഷി എന്നുള്ളൊരു ആശയം പ്രചരിപ്പിച്ചു വരികയാണ്. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട തെറ്റിദ്ധാരണകൾ അകറ്റുന്നതിന് സാമാന്യ ജനങ്ങൾക്കിടയിലുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങളും ഊർജിതമായി നടത്തി വരുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് നമ്മോട് സംസാരിക്കാൻ എത്തിയിട്ടുള്ളത് കേരള പൈനാപ്പിൾ മിഷൻ്റെ സ്പെഷ്യൽ ഓഫീസറും കൃഷി അഡീഷണൽ ഡയറക്ടറുമായ ശ്രീ AM സുനിൽകുമാർ സാറാണ്. സാർ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം സാർ. ഈ ഒരു പൈനാപ്പിൾ കൃഷിയുമായി ബന്ധപ്പെട്ട് ഉപഭോക്താക്കൾക്കിടയിലുള്ള ആശങ്കകൾക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് ഒരു ന്യായീകരണമുണ്ടോ? പൈനാപ്പിൾ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് പറഞ്ഞാൽ പൈനാപ്പിളിൽ വളരെയധികം വിഷാംശമുണ്ട്, അത് കഴിക്കാൻ പാടില്ല എന്നുള്ള വ്യാപകമായ പ്രചരണമുള്ള സമയത്താണ് ഈ പൈനാപ്പിൾ മിഷൻ എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് കേരള സർക്കാർ രൂപീകരിച്ചത്. കാരണം നമുക്കറിയാം, നമ്മുടെ ഈ വാഴക്കുളം പ്രദേശത്ത് കാണുന്ന പൈനാപ്പിൾ വളരെയധികം വ്യാപകമായിട്ട് കീടനാശിനി ഉപയോഗിച്ചുണ്ടാക്കിയതാണ് എന്നുള്ള വ്യാപകമായ തെറ്റിദ്ധാരണ ഉണ്ട്. അത് ശരിയല്ലാത്തൊരു വസ്തുവാണ്. ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആദ്യമായി നമ്മുടെ മിഷനിൽ ഞാൻ ചാർജ് എടുത്തതിന് ശേഷം ചെയ്ത പരിപാടി എന്ന് പറഞ്ഞാൽ വാഴക്കുളം പ്രദേശത്തുള്ളത്, നമ്മുടെ തിരുവനന്തപുരം ചാല മാർക്കറ്റിലുള്ളത്, അങ്ങനെയുള്ള പ്രധാനപ്പെട്ട മാർക്കറ്റിൽ പോയി അവിടുത്തെ പൈനാപ്പിൾ എടുത്തിട്ട് അത് നമ്മുടെ വെള്ളായണി കോളേജിലെ കാർഷിക കോളേജിലെ പെസ്റ്റിസൈഡ് റെസിഡ്യൽ ലാബുണ്ട്, ആ ലാബിൽ പരിശോധിച്ചപ്പോൾ ഒരു കീടനാശിനിയും ഇല്ല. കീടനാശിനി മുക്തമായിട്ടുള്ള ഒരു ഫലവർഗമാണ് ഈ പൈനാപ്പിൾ. അതായത് സേഫ് ടു ഈറ്റ് എന്ന കാറ്റഗറിയിൽ ഉൾക്കൊള്ളിച്ച് വരുന്ന ഒരു പൈനാപ്പിൾ എന്ന് പറയുന്ന ഫ്രൂട്ട് സേഫ് ടു ഈറ്റ് കാറ്റഗറിയിൽപ്പെട്ട ഒരു ഫലമാണെന്ന് കാർഷിക സർവകലാശാല കണ്ടെത്തി അവർക്ക് റിപ്പോർട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു തരത്തിലുമുള്ള കീടനാശിനി അതിനകത്തുള്ളതായിട്ട് സംശയിക്കേണ്ട കാര്യമില്ല. നമുക്കറിയാം, നമ്മുടെ ഈ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന പല പച്ചക്കറികളിലും വ്യാപകമായിട്ട് കീടനാശിനിയുണ്ടെന്ന് കാർഷിക സർവകലാശാല കണ്ടെത്തി ആ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പൈനാപ്പിളിൽ ഒരു കീടനാശിനി മാർക്കറ്റിൽ വരുന്ന പൈനാപ്പിൾ എന്ന് പറയുമ്പോൾ പുറത്തുനിന്ന് വരുന്നതിലും ഈ സേഫ് ആണോ? അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ചാല മാർക്കറ്റ്, നമ്മുടെ വാഴക്കുളം മാർക്കറ്റ്, പിന്നെ വാഴക്കുളം മാർക്കറ്റിൽ നിന്ന് വരുന്നതാണ് ഇപ്പോൾ വളരെ സുരക്ഷിതമായിട്ട് കണ്ടിട്ടുള്ളത്. വാഴക്കുളം മാർക്കറ്റിൽ നമ്മുടെ കേരളത്തിലുള്ള പൈനാപ്പിൾ മൊത്തം സുരക്ഷിതമാണ്. അപ്പോൾ മറ്റുള്ള സംസ്ഥാനത്തു നിന്ന് വരുന്നതിലും കീടനാശിനി ഉണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ചാല മാർക്കറ്റ്. അതിന്റെ ഒരു ഫലം മറ്റ് സംസ്ഥാനങ്ങളിൽ വരുന്നതിലും കീടനാശിനി മുക്തമായിട്ടാണ് കണ്ടെത്തിയത്. കാരണം ഈ ഫ്രൂട്ട്സിൽ വളരെ കുറവാണ്. കാരണം പൈനാപ്പിളിൽ നമ്മൾ കീടനാശിനി തളിക്കുന്നുണ്ടെങ്കിലും കളനാശിനി നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഈ കളനാശിനി ഉപയോഗിക്കുന്ന പറഞ്ഞാൽ ആദ്യം നമ്മൾ പ്രീ എമർജന്റ് ആയിട്ടുള്ള കളനാശിനി ഉപയോഗിക്കുന്നത് മുളച്ച് വരുന്ന സമയത്ത് കളയെ നശിപ്പിക്കാനുള്ളത്, പിന്നെ പോസ്റ്റ് എമർജന്റ് ആയിട്ടുള്ള അത് മുളച്ച് കഴിഞ്ഞതിന് ശേഷം നശിപ്പിക്കാനുള്ളത്. അപ്പോൾ ഈ നമ്മുടെ ഈ പൈനാപ്പിളിലെ ഫ്രൂട്ട് വരിക എന്ന് പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ നട്ട് 12 മാസം, അതായത് ഒരു വർഷം കഴിഞ്ഞിട്ടാണ് ഈ നമ്മൾ ഫ്രൂട്ട് ഹാർവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ സമയം വരുമ്പോൾ ഈ എല്ലാ കളനാശിനികളും അല്ലെങ്കിൽ കീടനാശിനികളും തളിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഈ ഫ്രൂട്ട്സിൽ നിന്നും അത് വളരെ കുറവാണ്. അപ്പോൾ അത് എന്നാലും ഉണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് നോക്കിയത്. ഈ ഒരു സുരക്ഷിത പൈനാപ്പിൾ കൃഷി എന്നുള്ള വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണെന്ന് പ്രതീക്ഷിക്കുന്നത്. സാറേ, നമ്മൾ ചർച്ച വരുമ്പോൾ ഈ ഒരു ഗ്രാമക്സോൺ പോലുള്ള നിരോധിച്ച ചില കളനാശിനികൾ ഈ പ്രദേശങ്ങളിൽ ഉപയോഗിക്കുന്നതായിട്ടുള്ള ചില റിപ്പോർട്ടുകൾ, അതിൽ വല്ല കഴമ്പെന്തെങ്കിലും ഉണ്ടോ? അല്ല, കളനാശിനി എന്ന് പറയുമ്പോൾ നമ്മളത് ഗ്രാമക്സോൺ ഇപ്പോൾ ചിലപ്പോൾ നമുക്ക് കേരളത്തിൽ നിരോധിച്ചിട്ടുണ്ടെങ്കിലും നമ്മുടെ ഈ അതിർത്തി പ്രദേശങ്ങളായിട്ടുള്ള തമിഴ്നാടിൻ്റെ തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിൽ ചില വരുന്ന കളനാശിനി ഉപയോഗിക്കുന്നുണ്ടാകും. പക്ഷേ അത് പരിശോധിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കൃഷി വകുപ്പ് തന്നെ പ്രത്യേക സജ്ജീകരണങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഗ്രാമക്സോൺ വളരെ കുറവാണ് ഉപയോഗിക്കുന്നത്. അതല്ലാതെയുള്ള കളനാശിനികൾ ഇപ്പോൾ ലഭ്യമാണ്. ഇപ്പോൾ ഗ്രാമക്സോണിലേക്ക് പോകേണ്ട കാര്യമില്ല. രണ്ടാമത് ഇത് സംബന്ധിച്ചുള്ള വേറൊരു ആശങ്ക, പൈനാപ്പിൾ കൃഷി നമ്മൾ വാണിജ്യാടിസ്ഥാനത്തിൽ ചെയ്യുമ്പോൾ ഹോർമോൺ പ്രയോഗം കൂടിയേ തരും. ഈ ചില ഉപഭോക്താക്കളുടെ ഇടയിൽ
ഈ ഹോർമോൺ പ്രയോഗം എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നൊക്കെയുള്ള ചെറു തെറ്റിദ്ധാരണകൾ വരുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ശരിക്കും നമ്മൾ പൈനാപ്പിളിൽ ഉപയോഗിക്കുന്ന ഹോർമോൺ എന്ന് പറയുന്നത് എത്തിഫോൺ എന്ന് പറയുന്ന ഒരു ഹോർമോണാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ എത്തിഫോൺ എന്ന് പറഞ്ഞ ഹോർമോൺ എന്ന് പറഞ്ഞാൽ അത് ചെടി തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഹോർമോണാണ്. അത് ഹോർമോണല്ല, അത് ബയോ റെഗുലേറ്റർ ആണെന്നാണ് പറയുന്നത്. ശരിക്കും നമുക്ക് നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ്റെ കുറവ് മൂലം നമുക്ക് ഡയബറ്റിക് ആകുന്നു. അപ്പോൾ ഡയബറ്റിക് ആകുന്നതിന് നമുക്ക് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഇൻസുലിൻ കുത്തിവെക്കാറുണ്ട്. ഇൻസുലിൻ കുത്തിവെക്കുമ്പോൾ നമ്മൾ ഡയബറ്റിക് പ്രോബ്ലം നമുക്ക് ഒഴിവാകും. അതേപോലെ തന്നെ ഉത്തേജകം പോലെ ചെടിക്ക് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കഴിവുണ്ട്, ഒരു ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ആ ഹോർമോണിന്റെ കുറവ് വരുമ്പോഴാണ് നമ്മൾ ഈ എത്തിഫോൺ എന്ന് പറയുന്ന കൃത്രിമമായിട്ട് നമ്മൾ കൊടുക്കുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ഒരുമിച്ച് കോൾ കഴിഞ്ഞിട്ട് വീണ്ടും അതിലോട്ട് വരാം. ഒരു കോളുണ്ട്. ഹലോ. ഹലോ. നമസ്കാരം. ആരാണ്? നമസ്കാരം, രവീന്ദ്രൻ നായർ സാറേ. ഞാൻ ബോംബെയിൽ നിന്നാണ് വിളിക്കുന്നത്. ചോദിച്ചോളൂ. അതായത് കാരണം ഈ പാലക്കാട് സൈഡ്, ഞാൻ പാലക്കാടാണേ. ഈ പൈനാപ്പിളിനെ പറ്റിയിട്ടാണല്ലോ ഇപ്പൊ കാണിക്കുന്നത്. ഈ പൈനാപ്പിള് കാരണം അവിടെ എന്താ പറയാ, ഈ പാലക്കാടൻ സൈഡിലൊക്കെ എങ്ങനെ ഇത് വളരാനോ ഇതിന്റെ ക്ലൈമറ്റ് യോജിച്ചതാണോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. ഒന്നുകൂടെ ഒന്ന് പറയാമോ? പാലക്കാട് സൈഡ് അവിടെ സാധാരണ നെല്ലാണ് വളരുന്നത്. അത് ഒരു നെല്ല് ഇത്തിരി വെള്ളം ജാസ്തി വരും, കറുവ് വരും, അതൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള ഒരു ക്ലൈമറ്റ് ആണ്. ചില ദിവസങ്ങളിൽ ചില അവിടെ പൈനാപ്പിൾ സാധ്യമാണോ എന്നുള്ളതാണ് ചോദ്യം അല്ലേ? അതെ. അവിടെ അത് പിടിക്കുകയോ എന്നുള്ളതിന് അവിടുത്തെ ക്ലൈമറ്റ് അവിടെ പിടിക്കുകയോ എന്നുള്ളതാണ് ചോദ്യം. പാലക്കാടത്തെ കാലാവസ്ഥയിലെത്തോളം പൈനാപ്പിൾ കൃഷി ചെയ്യാന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ പൈനാപ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിന്റെ കാലാവസ്ഥയ്ക്ക് പറ്റിയ ഒരു വിളയാണ്. അപ്പോൾ പാലക്കാട് പ്രദേശവും ഈ പൈനാപ്പിളിന് പറ്റിയതാണ്. ശരിക്കും നെൽകൃഷി ഉള്ള സ്ഥലത്ത് പോലും നമുക്ക് പൈനാപ്പിൾ കൃഷി ചെയ്യാം. ഇപ്പോൾ തനിവിളയായിട്ട് നമ്മൾ പാടത്തും പൈനാപ്പിൾ കൃഷി ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ചാലുകൾ കീറിയിട്ട് വെള്ളം വാർന്നു പോകാനുള്ള സൗകര്യം കൊടുക്കുകയാണെങ്കിൽ പാടത്തും നമുക്ക് ചെയ്യാം. വെള്ളം വാർന്നു പോകാനുള്ള നമ്മൾ സാധാരണഗതിയിൽ വാഴ കൃഷി ചെയ്യുമല്ലോ. വാഴ കൃഷി ചെയ്യുമ്പോൾ തടം തുറന്നിട്ട് നമ്മൾ അതിനൊരു 2 ചാലെല്ലാം കീറിയിട്ട് വെള്ളം വാർന്നു പോകാനുള്ള സൗകര്യം ഒരുക്കിയിട്ട് ആണല്ലോ വാഴ കൃഷി ചെയ്യുന്നത് വയലിൽ. അതേപോലെ തന്നെ നമുക്ക് വെള്ളം വാർന്നു പോകാനുള്ള സൗകര്യം കൊടുക്കുകയാണെങ്കിൽ പാടത്തും നമുക്ക് കൃഷി ചെയ്യാം. അധികം വെള്ളം കിട്ടി നിൽക്കാൻ പാടില്ല എന്നുള്ളത് മാത്രമേ പ്രശ്നമുള്ളൂ. ഈ കളനാശിനെ കുറിച്ച് നേരത്തെ പറഞ്ഞല്ലോ. കളനാശിനെ കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ ഈ പാലക്കാടുമായി ബന്ധപ്പെട്ടതിന്റെ വേറെ ചോദ്യം ഉള്ളത്, പാലക്കാടത്തെ വരണ്ട കാലാവസ്ഥയിലെത്തോളം നമുക്ക് പൈനാപ്പിൾ പിടിച്ചേക്കാൻ സാധ്യതയുണ്ട്. ശരിക്കും പൈനാപ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നനച്ചു കൊടുക്കാനുള്ള ഒരു സൗകര്യം കൊടുക്കുകയാണെങ്കിൽ ഇവിടെ ചെയ്യാം. ശരിക്കും നമുക്ക് 3 ആഴ്ച കൂടുമ്പോൾ നനച്ചു കൊടുക്കുക എന്ന് മാത്രമേ പറയാം. വലിയ വെള്ളത്തിന്റെ ആവശ്യമൊന്നും പൈനാപ്പിളിന് ഇല്ല. ഒരു പരിധിവരെ വളർച്ച താങ്ങുന്ന ഒരു വിളയാണ്. വെള്ളം അധികം കെട്ടി നിൽക്കാൻ പാടില്ല എന്നാ പറയുന്നത്. അധികം വെള്ളം ഇതിനകത്ത് കെട്ടി നിൽക്കാൻ പാടില്ല. പിന്നെ സ്പ്രിംഗ്ലറോ എന്തെങ്കിലും വെച്ചിട്ട് 2 ആഴ്ച 3 ആഴ്ച കൂടുമ്പോൾ നനച്ചു കൊടുക്കുക എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അത് ആദ്യത്തെ സ്റ്റേജ്. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ അതുപോലെ ഈ എത്തപ്പോൺ പ്രയോഗത്തെ സംബന്ധിച്ചിട്ട് ഇവിടെ ശാസ്ത്രീയമായിട്ട് ഏത് സ്റ്റേജിലാണ് എത്തപ്പോൺ കൊടുക്കേണ്ടത്? പൈനാപ്പിൾ കൃഷിയിൽ ഏതൊരു ഘട്ടത്തിലാണ് എത്തപ്പോൺ പ്രയോഗം? ശരിക്കും എത്തിഫോൺ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ കൊടുക്കുന്നത് ചെടി ഒരുമിച്ച് പുഷ്പിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മൾ ഈ പൈനാപ്പിൾ എന്ന് പറയുന്നത് മാർക്കറ്റിനെ കണ്ടുകൊണ്ടുള്ള വിളയാണ്. അപ്പോൾ ഒരുമിച്ച് വിളവെടുത്താൽ മാത്രമേ മാർക്കറ്റിൽ നമുക്ക് വിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരുമിച്ച് പുഷ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എത്തിഫോൺ ഉപയോഗിക്കുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ 7 മാസം വരെ 7ാം മാസത്തിലാണ് കൊടുക്കുന്നത്. 40 ഇല 40 ഇല വരുന്ന സമയത്ത് നമ്മൾ ഈ എത്തിഫോൺ അതിൻ്റെ കടയ്ക്ക് ഒഴിച്ചു, അതിൻ്റെ ശരിക്കും അതിൻ്റെ നടുക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം എന്നാണ് പറയുന്നത്. 50 ml ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണമെന്നാണ് പറയുന്നത്. അത് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരുമിച്ച് പുഷ്പിക്കും. ഒരുമിച്ച് പുഷ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുമിച്ച് അത് ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റും, ഒരുമിച്ച് അത് മാർക്കറ്റിലേക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ള ഒരു പ്രത്യേകതയുണ്ട്. പിന്നെ വേറൊന്ന്, ഈ പൈനാപ്പിളിന്റെ വളപ്രയോഗത്തെ സംബന്ധിച്ച് ഇപ്പോൾ സംയോജിത വളപ്രയോഗം എന്നുള്ള ആശയങ്ങൾക്ക് കൂടുതൽ പ്രാമുഖ്യം വന്നുകൊണ്ടിരിക്കുകയാണ്. പൈനാപ്പിൾ കൃഷിയിൽ എത്രത്തോളം നമുക്ക് പ്രാവർത്തികമായിട്ട് നടപ്പിലാക്കാൻ പറ്റും? പൈനാപ്പിൾ ഇപ്പോൾ നമ്മൾ വ്യാവസായികമായിട്ട് കൃഷി ചെയ്യുമ്പോൾ ഈ നമുക്കിപ്പോൾ ജൈവ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ, കാരണം നമ്മുടെ ഈ പൈനാപ്പിൾ കൃഷി എന്ന് പറഞ്ഞാൽ വാഴക്കുളം പ്രദേശത്തും ബാക്കിയുള്ള എല്ലാ പ്രദേശത്തും ചെയ്യുന്ന പറഞ്ഞാൽ പാട്ടകൃഷിയാണ്. പാട്ടകൃഷി ചെയ്യുന്ന കൃഷിക്കാരെന്ന് പറഞ്ഞാൽ പാട്ടത്തിന് എടുത്തിട്ടാണ് ചെയ്യുന്നത്. ഒരു ഏക്കർ സ്ഥലത്തേക്ക് 50,000 രൂപയോളം പാട്ടം കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി കൃഷി ചെയ്യുന്നവരും അവരും പാട്ടം കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. കർണാടകത്തിൽ ചെയ്യുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ കൃഷിക്കാർ പാട്ടത്തിനെടുത്ത് ചെയ്യുന്നു. പാട്ടം എമൗണ്ട് കുറവെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്തു വരുമ്പോൾ നമ്മൾ ജൈവ കൃഷി ചെയ്യുമ്പോൾ അവർക്കത് വലിയ പ്രോഫിറ്റ് ഉണ്ടാകും കുറവാണ്. അപ്പോൾ കുറച്ച് രാസവളമൊക്കെ ഉപയോഗിച്ചാൽ മാത്രമേ ഒരു ബദൽ
ജൈവ പാക്കേജ് പൈനാപ്പിളിനെ സംബന്ധിച്ച് നമുക്ക് ചെയ്യാം. പക്ഷേ വ്യാവസായികമായിട്ട് കൃഷി ചെയ്യുമ്പോൾ അതങ്ങോട്ട് കൃഷിക്കാർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് കാരണം ഇതിൽ നമ്മുടെ കൃഷിക്കാരെന്ന് വെച്ചാൽ 1 കോടി രൂപയോളം വായ്പ എടുത്തിട്ടൊക്കെയാണ് അവർ പ്രത്യേകിച്ച് ഒരു നിശ്ചിത ഇടവേളയിൽ അത് റിട്ടേൺ വരണം, എന്നാലേ ബാങ്കിലേക്ക് നമുക്ക് തിരിച്ചടക്കാൻ പറ്റും. അപ്പോൾ അത്രയും ലാഭം അയാൾക്ക് അതിനകത്ത് കിട്ടിയില്ല എങ്കിൽ അയാൾ കടക്കണിയിലായി പോകും. കാരണം പാട്ടക്കൂലി കൊടുക്കണം, പിന്നെ ഇതിനുള്ള കൃഷി ചെലവ് കൊടുക്കണം. എടുത്ത് മാർക്കറ്റിലേക്ക് കൊണ്ടുവരുമ്പോഴായിരിക്കും വില കുറയുന്നത്. ഈ വില കുറഞ്ഞു വന്നു കഴിഞ്ഞാൽ പിന്നെ അത് മുടക്കിയ മുതൽ ചിലപ്പോൾ കിട്ടില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇയാൾക്ക് നഷ്ടം വരും. അപ്പോൾ അതുകൊണ്ട് ഒരു കരുതലോടുകൂടിയുള്ള കരുതലോട് രാസവളം നമ്മൾ സാധാരണ പറയുന്നത് ജൈവവളം എന്ന് പറയുമ്പോൾ 25 ടൺ ജൈവവളം നമ്മൾ ഉപയോഗിക്കുക. ബാക്കി NPK ഒരു ഹെക്ടർ സ്ഥലത്തേക്ക് നമുക്ക് ഉപയോഗിക്കുന്ന രീതിയിലുള്ള ഒരു കൃഷിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ജൈവവളം മാത്രം കൊണ്ട് നമുക്ക് പറ്റില്ല. കുറച്ച് രാസവളമൊക്കെ അതിനൊരു പാക്കേജ് യൂണിവേഴ്സിറ്റി അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ പാക്കേജ് പ്രകാരം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അത് അമിത വളപ്രയോഗം പാടില്ല. നമുക്ക് അത് കഴിഞ്ഞിട്ട് വീണ്ടും ചർച്ചയിലോട് വരാം. ഹലോ ഹലോ നമസ്കാരം. ആരാണ്? മലപ്പുറത്ത് നിന്നാണ്, അശ്മിലാണ്. ഈ ഇടവിള കൃഷി കൈതച്ചക്കയ്ക്ക് ഇടവിള കൃഷിയായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അല്ലെ, കൈതച്ചക്കയ്ക്ക് ഇടവിളയായിട്ട് ചെയ്യാൻ പറ്റുമോ? അതെ, കൈതച്ചക്ക ഇടവിളയായിട്ടാണ് ചെയ്യുന്നത്. അതിനിടയ്ക്ക് എന്തെങ്കിലും വേറെ കൃഷികൾ ചെയ്യാൻ പറ്റുമോ? സാധാരണഗതിയിൽ കൈതച്ചക്കയാണ് നമ്മുടെ മറ്റു പ്രധാന വിളയ്ക്ക്, അതായത് റബ്ബറിന് ഇടയ്ക്ക് വെക്കാം, തെങ്ങിനിടയ്ക്ക് വെക്കാം. പിന്നെ തനിവിളയായിട്ട് നമ്മുടെ നെൽകൃഷി ചെയ്യുന്ന പാടത്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ഈ നമ്മുടെ പൈനാപ്പിളിൻ്റെ ഇടവിളയെന്ന് പറയുമ്പോൾ അത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കാരണം പൈനാപ്പിൾ നല്ല ലീഫെല്ലാം ഇങ്ങനെ വളരെ സ്പ്രെഡ് ചെയ്ത് വരുന്നതാണ്. അപ്പോൾ അതിനിടയ്ക്ക് നമുക്ക് ഇടവിള നോക്കാൻ പോകാതിരിക്കുന്നതാണ് നല്ലത്. അത് തന്നെയാണ് ഉദ്ദേശിച്ചത് ചോദ്യം. ഹലോ ശരി, താങ്ക് യു. അതൊരു ഈ പറഞ്ഞ പൈനാപ്പിളിൻ്റെ ഇടവിളയായിട്ട് ചെയ്യുമ്പോൾ കേരളത്തിൽ ഇപ്പോൾ ഒരു പ്രത്യേകിച്ച് നമ്മൾ റബ്ബറിലാണ് വ്യാപകമായിട്ട് ചെയ്തത്. പക്ഷേ അതേസമയം തന്നെ ചെറിയ പ്രചരണങ്ങളുണ്ട്, റബ്ബർ കൃഷിയായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്നതിൽ ദോഷകരമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രചരണമുണ്ട്. അത് എത്രത്തോളം വാസ്തവമാണ്? ഇല്ല, അത് ആദ്യമേ റബ്ബർ ബോർഡുമായിട്ട് സംസാരിച്ചപ്പോൾ റബ്ബർ ബോർഡ് നേരത്തെ ശുപാർശ ചെയ്തിരുന്ന ഒരു ഇടവിളയെ അവർ കൊടുക്കില്ല എന്നുള്ള രീതിയിലായിരുന്നു. ഇപ്പോൾ അവരുടെ ട്രെൻഡ് കംപ്ലീറ്റ് മാറ്റി. കാരണം റബ്ബറിൻ്റെ വില ഇടിഞ്ഞു വന്നപ്പോൾ അവരത് എന്തെങ്കിലും ഇടവിള ചെയ്ത് കൃഷിക്കാർക്ക് ലാഭം ഉണ്ടാക്കുന്ന രീതി. കാരണം അവർ പറയുന്ന അവരുടെ റബ്ബർ ബോർഡിൻ്റെ ഇപ്പോൾ ശുപാർശയെ പറയുന്നത് റബ്ബറിൽ നിന്ന് 1.5 മീറ്റർ മാറിയിട്ട് പൈനാപ്പിൾ കൃഷി ചെയ്യാൻ കുഴപ്പമില്ലെന്ന രീതിയിൽ. പിന്നെ നമ്മൾ ഇതിൻ്റെ ഇടയെ ഇളക്കുമ്പോൾ നമ്മൾ ഈ വലിയ ഇതെല്ലാം വെച്ചിട്ട് വലിയ മണ്ണ് വലുതായിട്ട് ഇളക്കുന്ന രീതിയിൽ ചെയ്യാത്ത രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചെയ്യാം. 1.5 മീറ്റർ വിട്ടിട്ട് 3 വർഷം വരെ പൈനാപ്പിൾ കൃഷി ചെയ്യാമെന്ന് തന്നെയാണ് റബ്ബർ ബോർഡ് ഇപ്പോൾ ശുപാർശ ചെയ്യുന്നുണ്ട്. ഒരു കാളും കൂടെ ഉണ്ട്. ഹലോ നമസ്കാരം. ആരാണ്? ഞാൻ ഹൈദരാബാദിൽ നിന്ന് ഫിലിപ്പാണ്. ചോദിച്ചോളൂ. ഇത് നമ്മൾ കൈത കൃഷി ചെയ്യുമ്പോഴേ കേൾക്കാം, പറഞ്ഞോളൂ. കൊതുകിന്റെ ശല്യം കൂടുമെന്ന് പറയുന്നത് ശരിയാണോ? കൊതുകിന്റെ ശല്യം കൂടുതലായിട്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? ശരിക്ക് കൈത കൃഷി എന്ന് പറയുമ്പോൾ നമ്മൾ അതിനകത്ത് നേരത്തെ പറയുന്നത് വെച്ചാൽ കീടനാശിനിയൊക്കെ വളരെയധികം ഉപയോഗിക്കുമെന്നൊക്കെയാണ് നേരത്തെ പറഞ്ഞത്. അപ്പോൾ കീടനാശിനിയെല്ലാം ഉപയോഗിക്കുന്ന സ്ഥലത്ത് കൊതുകിന്റെ ശല്യം വളരെ കുറയാനാണ് സാധ്യത. കാരണം വെള്ളം കീടനാശിനി നമ്മൾ ഉപയോഗിക്കുന്നേ ഇല്ലെങ്കിലോ? കീടനാശിനി ഉപയോഗിക്കുന്നില്ല എങ്കിലും ഈ കൊതുകിന്റെ ശല്യം വളരെ കുറയാനാ സാധ്യത. കൊതുകുള്ളതായിട്ട് ഇതുവരെ റിപ്പോർട്ട് പറഞ്ഞിട്ടില്ല. ശരി. അതിങ്ങനെ ഒരു റൂമറുണ്ട്, കൊതുകിന്റെ ശല്യം കൂടുതൽ അത് വരുന്നുണ്ട്. അങ്ങനെ വരുന്നുണ്ട്, കൊതുകുണ്ടാകും, പാമ്പുണ്ടാകും എന്നൊക്കെ പറഞ്ഞിട്ട് വളരെയധികം പ്രചരണമുണ്ട്. അതൊക്കെ തെറ്റിദ്ധാരണയാണ്. ശരി, വിളിച്ചതിനുള്ള നന്ദി. താങ്ക് യു. അപ്പോൾ ഇങ്ങനെയുള്ള ധാരാളം ഈ പറഞ്ഞ പാമ്പുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ വളരെ പണ്ട് പൈനാപ്പിളിന്റെ ഇടയ്ക്ക് നട്ടു കഴിഞ്ഞാൽ അത് പാമ്പ് വരും. അത് വീട്ടിലേക്ക് ഇങ്ങനെ പ്രശ്നം ഉണ്ടാകുന്ന രീതിയിൽ. സാധാരണ ഈ കോട്ടയം പ്രദേശത്താണെങ്കിൽ അത് നമ്മൾ ടൗണിൽ തന്നെ ഈ വീടിന്റെ ഫ്രണ്ടിലൊക്കെ തന്നെയാണ് പൈനാപ്പിൾ കൃഷി ചെയ്തത്. മൂവാറ്റൂർ പ്രദേശം രാജഗോപാലയെ കൊണ്ട് നിറയേണ്ട ഒരു ഇതാണ്. അത്രയ്ക്ക് പൈനാപ്പിൾ ഒരു ഉള്ള ഒരു പ്രദേശമാണ്. ഈ ഒരു കളനാശിനി പ്രയോഗം പോലെ തന്നെ പൈനാപ്പിളിൽ ഈ കീടനാശിനി പ്രയോഗം എത്രത്തോളം ദോഷഫലങ്ങൾ ഉണ്ടാകും? അതുപോലെ എത്ര കൂടുതൽ വ്യാപകമായിട്ട് രോഗകീടങ്ങളുള്ള ഒരു വിളയാണോ പൈനാപ്പിൾ? പൈനാപ്പിളിനെ സംബന്ധിച്ച് വലിയ രോഗവും കീടങ്ങളൊന്നും ഇല്ല എന്നുള്ളത് വേണമെങ്കിൽ പറയാം. കാരണം സാധാരണ ഇതിൽ വരുന്നത് മിലിമുട്ടയുടെ ആക്രമണം വരാറുണ്ട്. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് എക്കാലക്സ് അങ്ങനെയുള്ള വളരെ സ്ട്രെങ്ത് കുറഞ്ഞ കീടനാശിനികൾ ഉപയോഗിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് വലിയ ദോഷമൊന്നും ഉണ്ടാകാറില്ല.
മറ്റ് രോഗങ്ങൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ കായ്ചീയൽ അങ്ങനെയുള്ള ചില രോഗങ്ങളൊക്കെ ഉണ്ട്. കായ്ചീയൽ രോഗം വരാം. വെള്ളം കെട്ടി നിന്ന് കഴിഞ്ഞാൽ ഇതിന്റെ മൂട് ചീഞ്ഞു പോകുന്ന ഒരു ഇത് വരുന്നുണ്ട്. അപ്പോൾ അതിന് നമുക്ക് വെർട്ടിസീലിയം അടിച്ചു കഴിഞ്ഞാൽ ജീവാണുക്കൾ തന്നെ ഉപയോഗിച്ചിട്ട് നമുക്കത് നിയന്ത്രിക്കാൻ പറ്റുന്ന രീതിയിൽ. ഈ പൈനാപ്പിൾ മിഷൻ ഇപ്പോൾ ഈ സാധാരണ കൃഷിക്കാർക്ക് എന്തൊക്കെ സേവനങ്ങളാണ് കൊടുത്തു വരുന്നത്? പൈനാപ്പിൾ മിഷൻ നമ്മളിപ്പോൾ 2013 ഈ പൈനാപ്പിൾ മിഷൻ രൂപീകരിച്ചത്. പൈനാപ്പിൾ മിഷന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറഞ്ഞാൽ തന്നെ ഇതിന്റെ വില പിടിച്ചു നിർത്തുക, വിപണന സാധ്യത ഉണ്ടാക്കുക, പൈനാപ്പിളിന്റെ കൃഷി വ്യാപിപ്പിക്കുക എന്നുള്ള ലക്ഷ്യങ്ങളാണ് അതിനകത്ത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് വില പിടിച്ചു നിർത്തുക എന്നുള്ളതാണ് നമുക്ക് ഇതിൽ പ്രധാനപ്പെട്ട ഒരു. കാരണം പൈനാപ്പിളിന്റെ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് ഹാർവെസ്റ്റ് ചെയ്ത് മാർക്കറ്റിലേക്ക് വരുമ്പോൾ 10 രൂപ വരെ, കിലോയ്ക്ക് 10 രൂപ വരെ വന്ന സമയമുണ്ട്. ഒരു കിലോയ്ക്ക് 10 രൂപയാണ്. ചില സമയത്ത് വന്നിട്ട് 40-45 രൂപയോളം വരും. അപ്പോൾ 10 രൂപ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ 45 രൂപ എനിക്ക് കിട്ടുമെന്നുള്ള രീതിയിലാണ് പൈനാപ്പിളിലേക്ക് കൃഷിക്കാരൻ വരുന്നത്. അപ്പോൾ അത് ഹാർവെസ്റ്റ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ 10 രൂപയായിട്ട് മാറിക്കഴിഞ്ഞാൽ അയാൾക്ക് വളരെയധികം നഷ്ടം വരും. അപ്പോൾ ആ വില പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് നമുക്ക് വാഴക്കുളത്ത് തന്നെ ഒരു ഫാക്ടറി ഉണ്ട്. പൈനാപ്പിളിന്റെ വാഴക്കുളം അഗ്രോ ആൻഡ് ഫ്രൂട്ട് പ്രോസസിംഗ് കമ്പനി എന്ന് പറഞ്ഞൊരു ഫാക്ടറി ഉണ്ട്. ആ ഫാക്ടറി വഴിയിട്ട് പൈനാപ്പിൾ പ്രൊക്യൂർ ചെയ്യുന്നുണ്ട്. പൈനാപ്പിളിന് നമ്മളിപ്പോൾ ഇപ്പോഴത്തെ പ്രൊക്യൂർമെന്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 1 കിലോയ്ക്ക് 17 രൂപയ്ക്കാണ് പ്രൊക്യൂർ ചെയ്യുന്നത്. മാർക്കറ്റ് വില എത്ര ഉണ്ട്? മാർക്കറ്റ് വില ഇപ്പോൾ വന്നിട്ട് ഇപ്പോൾ 25 രൂപയോളം. അപ്പോൾ വില കുറയുമ്പോഴാണ് നമ്മൾ അന്ന് 10 രൂപ വരുമ്പോൾ, അതെ 10 രൂപ വരുന്ന സമയത്ത് നമ്മൾ 17 രൂപയ്ക്ക് പ്രൊക്യൂർ ചെയ്യും. നമ്മൾ 17 രൂപയ്ക്ക് പ്രൊക്യൂർ ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ ഉടനെ മാർക്കറ്റിൽ വിലയും കൂടും. നമ്മുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറഞ്ഞാൽ കൃഷിക്കാർക്ക് ന്യായമായ വില കിട്ടുക എന്നുള്ളതാണ്. ഇപ്പോൾ 17 രൂപയ്ക്ക് നമ്മൾ പ്രൊക്യൂർ ചെയ്യുമ്പോൾ മാർക്കറ്റിലെ വില കൂടും. മാർക്കറ്റിലെ വില 25 ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പ്രൊക്യൂർ ചെയ്യേണ്ട ആവശ്യമില്ല. കൃഷിക്കാർക്ക് ന്യായമായ വില കിട്ടി വരുന്നുണ്ട്. ഒരു കോൾ കഴിഞ്ഞിട്ട് വീണ്ടും ഇതിലോട്ട് വരാം. ഹലോ 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 നമസ്കാരം. ആരാണ്? എന്റെ പേര് ജഗദീഷ് എന്നാണ്, കാഞ്ഞങ്ങാട് വിളിക്കുന്നത്. സാധാരണ എനിക്ക് 10-20 ഏക്കർ സ്ഥലമുണ്ട്. അവിടെ റബ്ബർ ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ 1 ഏക്കറിൽ സാധാരണ എത്ര ചെടികൾ വെക്കാൻ പറ്റും സാറേ? 20 സെന്റ് റബ്ബറിനിടയിൽ എത്രത്തോളം പൈനാപ്പിൾ? 20 ഏക്കർ. ശരിക്കും പറഞ്ഞാൽ പൈനാപ്പിൾ എന്ന് പറയുമ്പോൾ പൈനാപ്പിളിന് നമുക്ക് 1 ഹെക്ടറിൽ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ തനിവിളയായിട്ടാണെങ്കിൽ 40,000-ഓളം തൈകൾ നമുക്ക് വെക്കാൻ പറ്റും. തനിവിള എന്ന് പറഞ്ഞാൽ ഒറ്റ ക്രോപ്പായിട്ട് വെക്കുകയാണെങ്കിൽ. ഇടവിളയാണെങ്കിൽ നമുക്ക് 20,000-ഓളം തൈ, 20-25,000-ഓളം തൈ അതിനകത്ത് വെക്കാൻ പറ്റും. 1 ഹെക്ടർ എന്ന് പറയുമ്പോൾ 2.5 ഏക്കറാണ്. 2.5 ഏക്കറിനാണ് നമ്മൾ 20-25-ഓളം ആയിരം തൈ വെക്കാൻ പറ്റുന്നത്. ശരി, വിളിച്ചതിന് നന്ദി. ചോദ്യം ഉത്തരം ക്ലിയർ ആണല്ലോ? ശരി. നമ്മൾ ഏതാണ്ട് സമയം കഴിയാറായിരിക്കുന്നു. ഈ അടുത്ത കാലത്ത് ഇപ്പോൾ ഈ വാഴക്കുളം പൈനാപ്പിളിനൊരു ഭൗമസൂചിക കിട്ടിയിരുന്നു. അത് ഇതിന്റെ മാർക്കറ്റിനെ ഉള്ള മെച്ചമായിട്ട് വല്ലതും ബാധിച്ചിട്ടുണ്ടോ? ഉണ്ട്. വാഴക്കുളം പൈനാപ്പിൾ എന്ന് പറഞ്ഞാൽ ഭൂസൂചി കിട്ടിയ ഒരു ക്രോപ്പാണ്. അത് മൗറീഷ്യസ് വെറൈറ്റിയാണ്. മൗറീഷ്യസ് വെറൈറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ശരിക്ക് വളരെയധികം മധുരമുള്ള ഒരു വാഴക്കുളത്തിന്റെ തന്നെ പൈനാപ്പിളാണ്. ഈ പൈനാപ്പിൾ വളരെയധികം ഇപ്പോൾ ബോംബെ മാർക്കറ്റിലേക്ക് ഭയങ്കര ഡിമാൻഡാണ്. ഇത് മൗറീഷ്യസ് വെറൈറ്റി എന്ന് പറയുമ്പോൾ അത് 12 മാസം കൊണ്ട് നമുക്ക് ഹാർവെസ്റ്റ് ചെയ്യാൻ മൗറീഷ്യസ്, ക്യൂൻ അങ്ങനെയുള്ള വെറൈറ്റി നമുക്ക് ചെയ്യാൻ പറ്റും. ക്യൂ എന്നുള്ള വെറൈറ്റീസ്. പിന്നെ MD2 എന്ന് പറയുന്ന ഒരു പുതിയ വെറൈറ്റി ഉണ്ട്. ആ വെറൈറ്റി നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും. ഈ ഭൂസൂചിക കിട്ടിയത് കൊണ്ട് പൈനാപ്പിളിന് ഈ വാഴക്കുളം പൈനാപ്പിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ലോകമെമ്പാടും അറിയപ്പെടുന്ന ഒരു പൈനാപ്പിളാണ്. ഇന്നത്തെ ചർച്ച ഏതാണ്ട് കഴിയുന്ന സമയമാണ്. നമ്മുടെ അതിഥിയുടെ വിലാസം പറയാം. സാറൊന്ന് വിലാസം എന്ന് പറയാം. എൻ്റെ പേര് സുനിൽകുമാർ. ഞാൻ കൃഷി വകുപ്പിലെ അഡീഷണൽ ഡയറക്ടറാണ്. ഇപ്പോൾ പൈനാപ്പിൾ മിഷനിൽ സ്പെഷ്യൽ ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്നു. എൻ്റെ ഓഫീസ് നടുക്കര അഗ്രോ പ്രോസസ്സിംഗ് ഫാക്ടറി, ഇപ്പോൾ അതിന് പേര് മാറ്റി വാഴക്കുളം അഗ്രോ ആൻഡ് ഫ്രൂട്ട് പ്രോസസ്സിംഗ് കമ്പനി എന്ന് മാറ്റി, ആവോലി PO, വാഴക്കുളം, മൂവാറ്റുപുഴ, എറണാകുളം ജില്ല. മൊബൈൽ നമ്പർ 9447165562. വിലാസം ഒന്നുകൂടി വ്യക്തമാണ്. ഇന്നത്തെ ഒരു ചർച്ചയിൽ സംശയങ്ങൾ ഉന്നയിച്ച എല്ലാവർക്കും വളരെ നന്ദി. ഏതായാലും കേരളത്തിൽ പൈനാപ്പിൾ കൃഷിക്ക് അനന്തമായ സാധ്യതയാണ് ഉള്ളത്. അത് സംബന്ധിച്ച തെറ്റിദ്ധാരണകൾ ഒഴിവാക്കി കൂടുതൽ കൃഷിക്കാർ ഈ രംഗത്ത് കടന്നു വരണം. അതുപോലെ ഇത് കഴിക്കുന്നതിൽ ഉപഭോക്താക്കൾ യാതൊരു വിധത്തിലുള്ള മടിയും കാണിക്കേണ്ട കാര്യമില്ല. ഇത് ശാസ്ത്രീയമായി തന്നെ കേരളത്തിലെ പൈനാപ്പിൾ കഴിക്കാൻ വളരെ ശുദ്ധമാണെന്നും വിഷാംശമൊന്നും ഇല്ല എന്നും വ്യക്തമായി തെളിഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ ചർച്ച ഏതാണ്ട് അവസാനിക്കുകയാണ്. ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുത്ത
ശ്രീ സുനിൽകുമാർ സാറിന് ഉള്ള നന്ദി രേഖപ്പെടുത്തുന്നു. വീണ്ടും മറ്റൊരു വിഷയമായി അടുത്ത ആഴ്ച കാണാം. നന്ദി, നമസ്കാരം. നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ജൈവ കേരളം കാർഷിക സർവകലാശാലയും ഫാക്റ്റും ധാരണയായി. ആഗോള വെറ്ററിനറി ദിനം ഏപ്രിൽ 24, 25 തീയതികളിൽ ആചരിക്കുന്നു. വിശദമായ വാർത്തകളിലേക്ക്. സൂക്ഷ്മാണുവളങ്ങളുടെയും കീടനാശിനികളുടെയും വ്യാപനത്തിന് കേരള കാർഷിക സർവകലാശാലയും ഫാക്റ്റും തമ്മിൽ ധാരണയായി. ഇതനുസരിച്ച് രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും ഉപയോഗം ഗണ്യമായി കുറയ്ക്കാൻ കഴിയുന്ന സ്യൂഡോമോണസ് ട്രൈക്കോഡെർമ കൂട്ടുമിശ്രിതങ്ങൾ എന്നിവയും കമ്പോസ്റ്റിംഗിന് സഹായിക്കുന്ന ജീവാണുക്കളും കാർഷിക സർവകലാശാല ഉൽപ്പാദിപ്പിക്കും. ഫാക്റ്റിനായിരിക്കും വിപണന ചുമതല. സ്യൂഡോമോണസ് ട്രൈക്കോഡെർമ കൂട്ടുമിശ്രിതങ്ങളായ GPR മിക്സ് 1, GPR മിക്സ് 2 എന്നിവ ചെടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ മണ്ണിലെ മൂലകങ്ങളുടെ ലഭ്യത വർദ്ധിപ്പിച്ച് വളർച്ച ത്വരിതപ്പെടുത്തുന്നവയാണ്. ജൈവമാലിന്യങ്ങളെ ധാതു സമ്പുഷ്ടമായ ഗുണമേന്മയുള്ള വളമാക്കി മാറ്റുന്ന കമ്പോസ്റ്റിംഗ് ഇനോക്കുലം കാർഷിക സർവകലാശാല ഉൽപ്പാദിപ്പിച്ച് ഫാക്ട് വഴി കർഷകരിൽ എത്തിക്കുവാനും ധാരണയായി. ചാണകം ഉപയോഗിക്കാതെ ജൈവമാലിന്യങ്ങൾ സംസ്കരിച്ച് ജൈവ വളമാക്കാൻ കഴിയുന്ന KAU ഇനോക്കുലം തിരുവനന്തപുരം നഗരസഭ, ആലുവ, ചങ്ങനാശ്ശേരി മുനിസിപ്പാലിറ്റികൾ എന്നിവിടങ്ങളിലും ഫ്ളാറ്റ് സമുച്ചയങ്ങളിലും വിജയകരമായി ഉൽപ്പാദിപ്പിച്ചു വരുന്നുണ്ടെന്ന് സർവകലാശാല അറിയിച്ചു. ജീവാണുക്കൾ, ബാക്ടീരിയയും കുമിളും മൂലമുണ്ടാകുന്ന രോഗങ്ങളെ ചെറുക്കുകയും ചെടിയുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഇവ കർഷകർക്ക് യഥേഷ്ടം ലഭ്യമാക്കുന്നതിനും സംസ്ഥാനം വിഭാവനം ചെയ്യുന്നതുപോലെ 2016 ജൈവ സംസ്ഥാന പദവി എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനും സഹായകമാവുമെന്നും കാർഷിക സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ P. രാജേന്ദ്രൻ പറഞ്ഞു. വൈസ് ചാൻസലറുടെ സാന്നിധ്യത്തിൽ രജിസ്ട്രാർ ഡോക്ടർ PV ബാലചന്ദ്രനും ഫാക്റ്റിനു വേണ്ടി ചീഫ് മാനേജർ K. ജോസ് പോളും ധാരണാപത്രം ഒപ്പുവച്ചു. ആഗോള വെറ്ററിനറി ദിനം ഏപ്രിൽ 24, 25 തീയതികളിൽ ആലപ്പുഴയിൽ ആചരിക്കും. സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പും വെറ്ററിനറി അസോസിയേഷനും കേരള സംസ്ഥാന വെറ്ററിനറി കൌൺസിലും സംയുക്തമായാണ് വെറ്ററിനറി ദിനം ആചരിക്കുന്നത്. ഇതിനോടനുബന്ധിച്ച് വെറ്ററിനറി രംഗത്തെ ശാസ്ത്രജ്ഞരും സാങ്കേതിക വിദഗ്ധരും പങ്കെടുക്കുന്ന സെമിനാറുകളും സംഘടിപ്പിച്ചിട്ടുണ്ട്. ബ്ലാക്ക് പോളിഷ് ക്യാപ്, ഗോൾഡൻ സിൽക്കി തുടങ്ങി വിവിധ ഇനം അലങ്കാര കോഴികളുടെ ഒരു ദിവസം പ്രായമായ കുഞ്ഞുങ്ങളെ മൃഗസംരക്ഷണ വകുപ്പിന്റെ ചെങ്ങന്നൂർ സെൻട്രൽ ഹാച്ചറിയിൽ നിന്നും ലഭ്യമാണ്. ചൊവ്വ, വെള്ളി ദിവസങ്ങളിലാണ് കോഴിക്കുഞ്ഞുങ്ങളെ വിതരണം ചെയ്യുക. കോഴിക്കുഞ്ഞുങ്ങളെ ആവശ്യമുള്ളവർക്ക് മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഫോൺ നമ്പർ 0479 2 457 778. ഇനി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ ക്വിന്റലിന് കൊച്ചിയിൽ 13,950 രൂപ, കോഴിക്കോട് 15,300 രൂപ, തൃശൂർ 13,850 രൂപ, കൊപ്ര കൊച്ചി 9,430 രൂപ, കോഴിക്കോട് 9,900 രൂപ, തൃശൂർ 9,375 രൂപ, കുരുമുളക് അൺഗാബിൾഡ് 57,500 രൂപ, ഗാബിൾഡ് 60,500 രൂപ, ചുക്ക് മീഡിയം 21,750 രൂപ, ബെസ്റ്റ് 23,750 രൂപ, മഞ്ഞൾ സേലം 8,600 രൂപ, ഈറോഡ് 8,900 രൂപ, അടയ്ക്ക 25,000 രൂപ മുതൽ 35,000 രൂപ വരെ. കൊച്ചി റബ്ബർ RSS 5ാം ഗ്രേഡ് 11,500 രൂപ, RSS 4ാം ഗ്രേഡ് 12,000 രൂപ. കോട്ടയം റബ്ബർ RSS 5ാം ഗ്രേഡ് 11,500 രൂപ, RSS 4ാം ഗ്രേഡ് 12,000 രൂപ. കമ്പോള അവലോകനം.
കാണിച്ചു. ഈ വാരം 1500 രൂപ കുരുമുളകിന് ഉയർന്ന് 60,500-ലെത്തി. കർഷകർ ചെറുകിട വിപണികളിലേക്കുള്ള ചരക്ക് നീക്കം നിയന്ത്രിച്ചു. ഉത്തരേന്ത്യൻ ആവശ്യം വർദ്ധിച്ചെങ്കിലും വിദേശ വ്യാപാരം തളർച്ചയിലാണ്. റബ്ബർ ഇറക്കുമതി ഡ്യൂട്ടി തൽക്കാലം സ്റ്റഡിയായി തുടരാം. പ്രതികൂല കാലാവസ്ഥ മൂലം ടാപ്പിംഗ് നിലച്ചതിനാൽ കൊച്ചിയിലും കോട്ടയത്തും ഷീറ്റ് ക്ഷാമം രൂക്ഷമാണെങ്കിലും വ്യവസായികൾ വിദേശ ചരക്കിൽ താൽപര്യം കാണിച്ചു. സംസ്ഥാനത്ത് നാളികേര വിളവെടുപ്പ് ഊർജിതമായതോടെ കൊപ്രയ്ക്ക് ആവശ്യം ചുരുങ്ങി. തമിഴ്നാട്ടിലെ മില്ലുകാർ കുറഞ്ഞ വിലക്ക് കൊപ്ര ശേഖരിക്കാനുള്ള ശ്രമത്തിലാണ്. പാൻ മസാല വ്യവസായികളുടെ തിരിച്ചുവരവ് അടക്ക വിപണി ആഘോഷമാക്കി. കൊച്ചിയിൽ അടക്ക 10,000 രൂപ വർദ്ധിച്ച് 35,000-ലേക്ക് ഉയർന്നു. ചുക്ക് മഞ്ഞൾ വിലകളിൽ മാറ്റമില്ല. ഇന്ന് നടന്ന ഏലക്ക ലേലത്തിൽ മികച്ച ഇനങ്ങൾ കിലോ 908 രൂപയിൽ കൈമാറി. കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 35.6 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26.5. കോഴിക്കോട് 34.8, 27.3. കൊച്ചി 33.4, 27.2. ആലപ്പുഴ 33.9, 26.8. പുനലൂർ 34.2, 25.2. തിരുവനന്തപുരം 32.5, 25.4 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.